ഫ്രണ്ട്സ്, നമ്മളിവിടുത്തെ സ്റ്റെയർ കേസിൻ്റെ ഭാഗമാണെന്ന് പറയുന്നത് സെൻസർ ഫിറ്റ് ചെയ്ത കാര്യം. അപ്പോൾ അതിൽ സെൻസറിൻ്റെ അളവ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ അളവ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അല്ല, ഇതിൻ്റെ വയറൊന്നും കാണുന്നില്ല. പക്ഷേ എത്ര വയറുണ്ടോ? ടോട്ടലി 85 വയറുണ്ടാവില്ലേ? ഏകദേശം 64ഓളം വയർ സെൻസറിൻ്റെ മാത്രം വരും. പിന്നെ അല്ല, സെൻസറിൻ്റെ സ്റ്റെപ്പിലേക്ക് പോകുന്നതും അതേപോലെ 6 വയർ അതിൻ്റെ സെൻസറിൻ്റെ വരും. അതുകൂടാതെ ഈ സ്കേർട്ടിങ്ങിലൊക്കെ പ്രൊഫൈലുണ്ട്. അതേപോലെ അതിൽ നമുക്ക് പ്രൊഫൈൽ കൊടുത്തിട്ടുണ്ട്. ഏകദേശം 85ഓളം വയർ നമുക്ക് ഈ സ്റ്റെപ്പിൽ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഈ സ്റ്റെപ്പിൽ 85 വയർ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോഴൊന്നും ആ വയർ കാണാണ്ടാവില്ല. അപ്പോൾ ഒരു 85 വയർ എന്ന് പറയുമ്പോൾ അത് അത്രയും ഭാഗം അതിൽ കണക്ട് ചെയ്യണം. അപ്പോൾ അതിനൊരു ബുദ്ധിമുട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ, ഒരു ലെവലോട് നമ്മൾ ബോക്സ് അടിക്കാതെ തന്നെ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവിടെ ചെറിയൊരു ഭാഗം കാണുന്നുണ്ട്, അത് നമ്മളിപ്പോൾ ക്ലിയർ ആക്കുന്നതാണ്. അപ്പോൾ നമ്മൾ സെൻസറിൻ്റെ അളവ് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ചെന്നിട്ട് പോകണം. അവിടെ നമ്മൾ പോകുന്ന സമയത്ത് നെക്സ്റ്റ് സൈറ്റിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. നമ്മൾ ഈ പോകുന്ന ഭാഗത്ത് ആ സെൻസർ ക്യാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. സെൻസർ ക്യാച്ച് ചെയ്തിട്ട് സ്റ്റെപ്പ് കത്തുണ്ടായിരുന്നു. ഇവിടെ നമ്മളത് പരിഹരിച്ചിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ സെൻസർ ക്യാച്ച് ചെയ്യാത്ത ലെവൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നടക്കുമ്പോൾ ആ സ്റ്റെപ്പ് ചവിട്ടുന്ന സമയത്ത് മാത്രമേ അവിടെ സെൻസർ വർക്ക് ചെയ്യുള്ളൂ. അതിൻ്റെ അളവ് പറയുന്നത് 5 ഇഞ്ചാണ് കേട്ടോ. ശരി, 5 ഇഞ്ചിലാണ് കൊടുത്ത് കറക്റ്റ് സ്റ്റെപ്പിൽ നിന്ന് 5 ഇഞ്ചാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇനി സെൻസർ വർക്കിന് കാണിച്ചു തരാം. ജസ്റ്റ് ആ ചവിട്ടി പോകുന്ന ലെവലിൽ തന്നെ പോയിക്കോ. ചവിട്ടി പോകുന്ന സമയത്ത് തന്നെ അത് കത്തിക്കൊണ്ട് പോകും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളവിടെ ഒരു ലാൻഡിങ് വരുന്നുണ്ട്. ആ ലാൻഡിങ്ങിലും ഇതേപോലെ ഇങ്ങനെ വിട്ടിട്ട് കത്തിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടുന്ന് മുകളിലേക്ക് അതേപോലെ കത്തുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ടോട്ടൽ ലൈറ്റിൻ്റെ വർക്ക്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് കെട്ടും പോകും കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഫിനിഷിംഗ് ആയിട്ടുള്ള ലെവലാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ ഇതേപോലെ സ്കേർട്ടിങ് കൂടി പ്രൊഫൈൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അവിടുന്ന് അത് കെട്ട് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഈ ഐഡിയ ഞങ്ങളിവിടെ ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ പരീക്ഷിക്കുന്നത്. ലാൻഡിങ്ങിൽ നിങ്ങൾക്കും ചെയ്യാൻ പറ്റും, സിമ്പിളാണ്. ലാൻഡിങ് വരുന്നിടത്ത് ഇതേപോലെ ചെയ്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് മുകളിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങി വരുന്ന ഭാഗം കൂടി കാണിക്കാം. ഇറങ്ങിക്കോ. ഇപ്പോൾ അവിടുന്ന് ഇറങ്ങി. അപ്പോൾ നമ്മൾ വരുന്ന സമയത്ത് തന്നെ അത് കറക്റ്റായി വർക്ക് ചെയ്യും. അപ്പോൾ നമ്മളിവിടെ നടന്ന് പോകുന്ന സമയമടക്കം അവിടെ കറക്റ്റായിട്ട് ആ LED കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നേരെ താഴ്ഭാഗത്തേക്ക് വന്നു. താഴ്ഭാഗത്ത് വന്നിട്ട് നേരെ അടിയിൽ വന്നിട്ട് കറക്റ്റായിട്ട് നിൽക്കുന്ന കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളെ ഈ വീഡിയോയുടെ അഭിപ്രായം, അതായത് ഈ വർക്കിനെ കുറിച്ചുള്ള അഭിപ്രായം ജസ്റ്റ് കമൻറ്റ് ചെയ്യുക.